നമസ്കാരം സുഹൃത്തുക്കളെ. ചില ആളുകൾ എത്ര വലിയ റിസ്ക് എടുക്കാനും തയ്യാറാകുമ്പോൾ മറ്റു ചിലർ ചെറിയ കാര്യങ്ങളിൽ പോലും ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിലർ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനങ്ങൾ യാതൊരു മടിയും കൂടാതെ എടുക്കുമ്പോൾ മറ്റു ചിലർ ഓരോ ചുവടുവെക്കുന്നതിനു മുൻപും 1000 വട്ടം ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? റിസ്ക് എടുക്കുന്ന ഈ കഴിവ് ചിലർക്ക് മാത്രം ജന്മനാ ലഭിക്കുന്ന ഒന്നാണോ, അതോ നമുക്കത് പഠിച്ചെടുക്കാൻ കഴിയുമോ? റിസ്ക് അഥവാ അപകടസാധ്യത നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നമുക്കത് നേരിടേണ്ടി വരും. എന്നാൽ ഇവിടെ ഉയരുന്ന ചോദ്യമിതാണ്: റിസ്ക് എടുക്കാനുള്ള ശരിയായ രീതി ഏതാണ്? ഇത് വെറും ഭാഗ്യത്തെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന ഒന്നാണോ, അതോ ഇതിനു പിന്നിൽ എന്തെങ്കിലും ശാസ്ത്രീയമായ ലോജിക്കുണ്ടോ? ഈ കല നമ്മൾ പഠിച്ചെടുത്താൽ നമുക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനങ്ങൾ യാതൊരു ഭയവുമില്ലാതെ എടുക്കാൻ കഴിയുമോ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റിസ്ക് എടുക്കുന്നതിന് പിന്നിലെ ശാസ്ത്രം വെളിപ്പെടുത്തുന്ന ഒരു പുസ്തകത്തെക്കുറിച്ചാണ്. ദി ആർട്ട് ഓഫ് റിസ്ക്. ഇതൊരു സാധാരണ പുസ്തകമല്ല, മറിച്ച് നമ്മുടെ ഭയത്തെ നിയന്ത്രിച്ച് എങ്ങനെ കണക്കുകൂട്ടിയുള്ള റിസ്ക് എടുക്കാമെന്നും അതുവഴി ജീവിതത്തിൽ എങ്ങനെ അസാധാരണമായ വിജയം നേടാമെന്നും പഠിപ്പിക്കുന്ന ഒരു മൈൻഡ്സെറ്റാണിത്. റിസ്ക് എടുക്കുക എന്നത് സാഹസികരെ മാത്രം കാത്തിരിക്കുന്ന ഒന്നല്ല, ഏതൊരാൾക്കും വികസിപ്പിച്ചെടുക്കാൻ കഴിയുന്ന ഒരു നൈപുണ്യമാണിത്. നിങ്ങൾ ബിസിനസ്സിലായാലും കരിയറിൽ വളർച്ച ആഗ്രഹിക്കുന്നവരായാലും അല്ലെങ്കിൽ വ്യക്തിജീവിതത്തിൽ ധീരമായ തീരുമാനങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവരായാലും റിസ്ക് എടുക്കേണ്ടത് അനിവാര്യമാണ്. എന്നാൽ ശരിയായ റിസ്ക് എടുക്കുന്നതും ആവശ്യമില്ലാത്ത റിസ്ക് എടുക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നമ്മളൊരു റിസ്ക് ഏറ്റെടുക്കണമോ അതോ ഭയന്ന് പിന്മാറണമോ എന്ന് തീരുമാനിക്കുന്ന ഏത് സംവിധാനമാണ് നമ്മുടെ തലച്ചോറിലുള്ളതെന്ന് ഈ പുസ്തകം വിശദീകരിക്കുന്നു. ശരിയായ സമയത്ത് ശരിയായ റിസ്ക് എടുക്കാൻ നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിക്കാൻ കഴിയുമോ? നമ്മുടെ കഴിഞ്ഞകാല അനുഭവങ്ങളും നമ്മുടെ ചിന്താരീതിയും നമ്മുടെ വ്യക്തിത്വവും നമ്മളെ ഒരു റിസ്ക് എടുക്കുന്ന ആളാക്കുന്നതിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടോ? ഈ പുസ്തകത്തിലെ ഏറ്റവും വലിയ പാഠം ഇതാണ്: ഭയം എപ്പോഴും റിസ്ക് എടുക്കുന്നതിനുള്ള ഏറ്റവും വലിയ തടസ്സമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ വിജയിക്കുന്ന റിസ്ക് എടുക്കുന്നവർ ഒട്ടും ഭയമില്ലാത്തവരല്ല, മറിച്ച് തങ്ങളുടെ ഭയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിച്ചവരാണ്. അതായത്, റിസ്ക് എടുക്കുക എന്നാൽ യാതൊരു ചിന്തയുമില്ലാതെ എടുത്തുചാടുക എന്നല്ല അർത്ഥം. നിങ്ങളുടെ ഭയത്തെ മനസ്സിലാക്കുക, ലക്ഷ്യങ്ങൾ വ്യക്തമാക്കുക, അതിനുശേഷം കൃത്യമായ ഒരു തന്ത്രമുണ്ടാക്കി ആ റിസ്കിനെ നേരിടുക എന്നതാണ് അതിനർത്ഥം. അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ധീരനും ആത്മവിശ്വാസവുമുള്ള ഒരാളാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, യാതൊരു ഭയവുമില്ലാതെ തങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളെ പിന്തുടരുന്ന ആളുകളുടെ കൂട്ടത്തിൽ ചേരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഈ വീഡിയോയിൽ ദി ആർട്ട് ഓഫ് റിസ്കിലെ ഏറ്റവും ശക്തമായ തന്ത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കും. നിങ്ങളുടെ ഉള്ളിലെ റിസ്ക് എടുക്കാനുള്ള കഴിവിനെ എങ്ങനെ സന്തുലിതമായി വികസിപ്പിച്ചെടുക്കാമെന്നും ജീവിതത്തിൽ ഭയത്തെ നിയന്ത്രിച്ച് എങ്ങനെ വിജയം കൈവരിക്കാമെന്നും ഇത് നിങ്ങളെ പഠിപ്പിക്കും. അപ്പോൾ സമയം കളയാതെ ഈ ആവേശകരമായ യാത്ര നമുക്ക് തുടങ്ങാം. റിസ്ക് എടുക്കുന്നതിന്റെ യഥാർത്ഥ കല പഠിക്കാം. അധ്യായം 1. റിസ്ക് എടുക്കുമ്പോൾ തലച്ചോറിൽ എന്ത് സംഭവിക്കുന്നു? ചില ആളുകൾ ഉയർന്ന മലഞ്ചെരിവിൽ നിന്ന് ചാടാനോ അതിവേഗത്തിൽ ബൈക്ക് ഓടിക്കാനോ ബിസിനസ്സിൽ കോടികൾ നിക്ഷേപിക്കാനോ ഒട്ടും ഭയപ്പെടാത്തത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചിലർ ചെറിയ കാര്യങ്ങളിൽ പോലും റിസ്ക് എടുക്കാൻ മടിക്കുമ്പോൾ ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് അവരുടെ വ്യക്തിത്വത്തെ മാത്രമാണോ ആശ്രയിച്ചിരിക്കുന്നത്, അതോ ഇതിനു പിന്നിൽ ശാസ്ത്രീയമായ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ഈ അധ്യായത്തിൽ വളരെ അതിശയകരമായൊരു കാര്യം പറയുന്നുണ്ട്. റിസ്ക് എടുക്കുന്നത് കേവലം ഭാഗ്യത്തെയോ ധൈര്യത്തെയോ ആശ്രയിച്ചിരിക്കുന്ന ഒന്നല്ല, മറിച്ച് നമ്മുടെ തലച്ചോറിനുള്ളിൽ നടക്കുന്ന വളരെ ആഴത്തിലുള്ള ഒരു ബയോളജിക്കൽ പ്രക്രിയയാണിത്. നമ്മൾ ഏതെങ്കിലും ഒരു റിസ്ക്കുള്ള സാഹചര്യത്തിലെത്തുമ്പോൾ നമ്മുടെ തലച്ചോർ അതിവേഗം ചില കണക്കുകൂട്ടലുകൾ നടത്താൻ തുടങ്ങും. ഈ റിസ്ക് എടുക്കുന്നത് സുരക്ഷിതമാണോ? ഇതിന്റെ ഫലം പോസിറ്റീവ് ആകുമോ? പരാജയപ്പെട്ടാൽ എനിക്കിത് കൈകാര്യം ചെയ്യാൻ കഴിയുമോ? തുടർന്ന് നമ്മുടെ ശരീരം ആ കണക്കുകൂട്ടലുകൾക്കനുസരിച്ച് പ്രതികരിക്കുന്നു. എന്നാൽ രസകരമായ കാര്യം, എല്ലാവരുടെയും തലച്ചോർ റിസ്കിനെ ഒരേ രീതിയിലല്ല പ്രോസസ്സ് ചെയ്യുന്നത് എന്നതാണ്. ചിലർ സ്വാഭാവികമായി കൂടുതൽ റിസ്ക് എടുക്കാൻ തയ്യാറാകുമ്പോൾ ചിലർ വളരെ കരുതലോടെ മാത്രം നീങ്ങുന്നു. എന്തുകൊണ്ടിങ്ങനെ? ഇതിന്റെ വേരുകൾ നമ്മുടെ തലച്ചോറിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മളൊരു റിസ്കിനെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മുടെ തലച്ചോർ 3 പ്രധാന സിസ്റ്റങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുക്കുന്നത്: അമിഗ്ഡല, പ്രീഫ്രണ്ടൽ കോർട്ടെക്സ്, ഡോപാമിൻ സിസ്റ്റം. അമിഗ്ഡല നമ്മുടെ തലച്ചോറിലെ അലാറം പോലെയാണ് പ്രവർത്തിക്കുന്നത്. വലിയൊരു റിസ്ക് കാണുമ്പോൾ ഇത് നമുക്കൊരു മുന്നറിയിപ്പ് സിഗ്നൽ നൽകും: നിൽക്കൂ, ഇത് അപകടകരമായേക്കാം. ഉയരമുള്ള ഒരു സ്ഥലത്ത് നിന്ന് താഴേക്ക് നോക്കുമ്പോഴോ പുതിയൊരു ബിസിനസ് തുടങ്ങുന്നതിന് മുൻപ് പരാജയഭയം തോന്നുമ്പോഴോ ഇതിനു പിന്നിൽ അമിഗ്ഡലയാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ കഥ അവിടെ അവസാനിക്കുന്നില്ല. നമ്മുടെ തലച്ചോറിലെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ഈ റിസ്കിനെ യുക്തിസഹമായി വിശകലനം ചെയ്യും. നമ്മുടെ മുൻകാല അനുഭവങ്ങൾ, ലക്ഷ്യങ്ങൾ, ആ റിസ്കിൽ നിന്ന് ലഭിച്ചേക്കാവുന്ന നേട്ടങ്ങൾ എന്നിവയെല്ലാം ഇത് താരതമ്യം ചെയ്യും. റിസ്ക് എടുക്കുന്നത് ശരിയാണെന്ന് ഇതിന് തോന്നിയാൽ അമിഗ്ഡല നൽകിയ അലാറത്തെ അത് ശാന്തമാക്കും. ഡോപാമിൻ സിസ്റ്റം, ഇതിനെ നമ്മൾ ഫീൽ ഗുഡ് കെമിക്കൽ എന്നും വിളിക്കുന്നു. ത്രില്ലും ആവേശവും നമുക്ക് അനുഭവവേദ്യമാക്കുന്നത് തലച്ചോറിന്റെ ഈ ഭാഗമാണ്. നമ്മളൊരു റിസ്ക് എടുക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്യുമ്പോൾ
ഡോപാമിൻ സിസ്റ്റം നമുക്കൊരു വലിയ റിവാർഡ് സിഗ്നൽ നൽകും. യെസ്, ഇത് രസകരമായിരുന്നു, ഒന്നുകൂടി ശ്രമിച്ചു നോക്കൂ. ചില ആളുകൾ വീണ്ടും വീണ്ടും റിസ്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ത്രില്ല് അനുഭവിക്കാനാണ്. എന്നാൽ ഈ ഡോപാമിൻ സിസ്റ്റം ചിലപ്പോൾ നമ്മളെ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനും പ്രേരിപ്പിച്ചേക്കാം. ചൂതാട്ടം, അമിതവേഗതയിലുള്ള റേസിംഗ്, അല്ലെങ്കിൽ അനാവശ്യമായി അപകടകരമായ തീരുമാനങ്ങൾ എടുക്കുക തുടങ്ങിയവ ഡോപാമിൻ അമിതമായി പ്രവർത്തിക്കുന്നതിന്റെ ഫലമാണ്. ചിലർക്ക് സ്വാഭാവികമായി ഡോപാമിൻ സെൻസിറ്റിവിറ്റി കൂടുതലായിരിക്കും, അതുകൊണ്ടാണ് പരാജയപ്പെടാൻ സാധ്യതയുണ്ടെങ്കിലും അവർ വലിയ റിസ്ക് എടുക്കുന്നത്. അപ്പോൾ റിസ്ക് എടുക്കുന്നതിനെ നിയന്ത്രിക്കാൻ കഴിയുമോ? ശരിയായ സമയത്ത് ശരിയായ റിസ്ക് എടുക്കാനും അനാവശ്യമായ റിസ്കുകൾ ഒഴിവാക്കാനും നമ്മുടെ തലച്ചോറിനെ പരിശീലിപ്പിക്കാൻ കഴിയുമോ? അതെ, കഴിയും. നമ്മുടെ തലച്ചോറിലെ ഈ 3 സിസ്റ്റങ്ങളെയും നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയാൽ നമ്മുടെ ഭയത്തെ കൈകാര്യം ചെയ്യാനും യുക്തിസഹമായ ചിന്തകളെ മെച്ചപ്പെടുത്താനും ഡോപാമിൻ സിസ്റ്റത്തെ കൃത്യമായി നിയന്ത്രിക്കാനും നമുക്ക് കഴിയും. ഈ അധ്യായത്തിൽ വളരെ ശക്തമായൊരു സന്ദേശമുണ്ട്. റിസ്ക് എടുക്കുക എന്നത് വെറുമൊരു കഴിവല്ല, മറിച്ച് മനസ്സിലാക്കി നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സൈക്കോളജിക്കൽ പ്രക്രിയയാണ്. സ്മാർട്ടായി റിസ്ക് എടുക്കുന്നവർ തങ്ങളുടെ തോന്നലുകൾക്കും അനുഭവങ്ങൾക്കും യുക്തിസഹമായ ചിന്തകൾക്കുമിടയിൽ കൃത്യമായ ഒരു ബാലൻസ് കൊണ്ടുവരുന്നു. അവർ ചിന്തിക്കാതെ റിസ്ക് എടുക്കുകയോ ഭയം കാരണം അവസരങ്ങൾ നഷ്ടപ്പെടുത്തുകയോ ഇല്ല. അതുകൊണ്ട് അടുത്ത തവണ വലിയൊരു തീരുമാനമെടുക്കാൻ നിൽക്കുമ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, എന്നെ തടയുന്നത് എന്റെ അമിഗ്ഡലയാണോ? എന്റെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ഈ റിസ്കിനെ ശരിയായി വിശകലനം ചെയ്യുന്നുണ്ടോ? എന്റെ ഡോപാമിൻ സിസ്റ്റം എന്നെ ശരിയായ പ്രതിഫലത്തിലേക്കാണോ നയിക്കുന്നത്? ഈ ഫോർമുല മനസ്സിലാക്കിയാൽ ഏത് വലിയ റിസ്ക്കും നിങ്ങൾക്ക് ബുദ്ധിപരമായി കൈകാര്യം ചെയ്യാനും ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങൾ നേടാനും സാധിക്കും. റിസ്ക് എന്നത് ഒരു കലയാണ്, അത് പഠിച്ചെടുക്കാൻ സാധിക്കും. നിങ്ങളുടെ തലച്ചോറിനെ ശരിയായി മനസ്സിലാക്കിയാൽ മാത്രം മതി. അധ്യായം 2: ഭയമില്ലായ്മ എന്ന മിഥ്യാധാരണ. ഉയരങ്ങളിൽ നിന്ന് യാതൊരു മടിയുമില്ലാതെ ചാടുന്ന, അതിവേഗത്തിൽ ബൈക്ക് പായിക്കുന്ന, കോടിക്കണക്കിന് രൂപ പുതിയ ബിസിനസ് ആശയങ്ങളിൽ നിക്ഷേപിക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവർക്ക് ഭയമേ ഇല്ല എന്നാണ് നമ്മൾ കരുതുന്നത്. എന്നാൽ അത് സത്യമാണോ? ചിലർക്ക് ജന്മനാ ഭയമില്ലേ? അതോ ഇതൊരു മിഥ്യാധാരണ മാത്രമാണോ? ഈ അധ്യായം ഈ വലിയ തെറ്റിദ്ധാരണയെ പൊളിച്ചെഴുതുന്നു. ഭയമില്ലായ്മ എന്നൊന്നില്ല. യാഥാർത്ഥ്യമെന്തെന്നാൽ പുറമെ എത്ര ധൈര്യശാലിയായി തോന്നിയാലും എല്ലാ മനുഷ്യർക്കും ഭയമുണ്ട്. വ്യത്യാസം ഇത്രമാത്രം: ചിലർ തങ്ങളുടെ ഭയത്തെ എങ്ങനെ ശരിയായി കൈകാര്യം ചെയ്യണമെന്ന് പഠിക്കുമ്പോൾ മറ്റു ചിലർ ഭയത്തിനു മുന്നിൽ മുട്ടുകുത്തുന്നു. നമ്മൾ ഏതെങ്കിലും അപകടകരമായ സാഹചര്യത്തിലാകുമ്പോൾ നമ്മുടെ തലച്ചോർ പെട്ടെന്ന് അലർട്ട് മോഡിലേക്ക് മാറും. നമ്മുടെ ഉള്ളിൽ ഒരു പരിഭ്രാന്തി ഉണ്ടാകും, ഹൃദയമിടിപ്പ് കൂടും, കൈപ്പത്തികൾ വിയർക്കും. തലച്ചോർ പറയും, നിൽക്കൂ, ഇത് അപകടമാണ്. ഇത് നമ്മളെ സർവൈവൽ മോഡിലേക്ക് മാറ്റുന്ന അമിഗ്ഡലയാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങളായി നമ്മുടെ ഉള്ളിലുള്ള ഈ സിസ്റ്റമാണ് എല്ലാവിധ അപകടങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നത്. എന്നാൽ ഇന്നത്തെ കാലത്ത് കാട്ടിലെ മൃഗങ്ങളിൽ നിന്ന് മാത്രമല്ല അപകടമുള്ളത്. കരിയറിലെ തീരുമാനങ്ങൾ, മറ്റുള്ളവരോട് സംസാരിക്കുക, നിക്ഷേപങ്ങൾ, ബന്ധങ്ങൾ എന്നിവയിലൊക്കെ റിസ്ക് ഉണ്ട്. എന്നാൽ ഈ റിസ്കുകൾ നേരിടുമ്പോഴും ഏതെങ്കിലും ജീവന് ഭീഷണിയുള്ള അപകടം കാണുമ്പോൾ ഉണ്ടാകുന്ന അതേ പ്രതികരണമാണ് നമ്മുടെ തലച്ചോർ നൽകുന്നത്. അപ്പോൾ ഭയം സ്വാഭാവികമാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ റിസ്ക് ടേക്കർമാർ എങ്ങനെയാണ് ഇത്ര വലിയ തീരുമാനങ്ങൾ എടുക്കുന്നത്? അവരുടെ ഉള്ളിൽ ഭയമില്ലേ? ഭയം തോന്നിയിട്ടും മുന്നോട്ടു പോകുന്നവരാണ് യഥാർത്ഥ റിസ്ക് ടേക്കർമാർ. അവർ തങ്ങളുടെ ഭയത്തെ അവഗണിക്കുന്നില്ല, പകരം അതിനെ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ആ ഭയത്തെ തന്നെ തങ്ങളുടെ കരുത്താക്കി മാറ്റുകയും ചെയ്യുന്നു. ഒരു സാധാരണക്കാരനും അസാധാരണക്കാരനും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസമുണ്ടാക്കുന്ന മൈൻഡ്സെറ്റ് ഷിഫ്റ്റ് ഇതാണ്. ആയിരക്കണക്കിന് അടി ഉയരത്തിൽ നിന്ന് ചാടുന്ന ഒരു പ്രൊഫഷണൽ സ്കൈഡൈവർക്കും ഭയമുണ്ടാകും. ആദ്യമായി സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന ഒരു സംരംഭകനും പരാജയഭയമുണ്ടാകും. പക്ഷേ അവർ ആ ഭയത്തെ തങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ അനുവദിക്കുന്നില്ല. ഭയം എന്നത് നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തുവരികയാണ് എന്ന് കാണിക്കുന്ന ഒരു സിഗ്നൽ മാത്രമാണെന്ന് അവർക്കറിയാം. ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തുകടന്നാൽ മാത്രമേ ഒരാൾക്ക് വളരാൻ കഴിയൂ. ഭയത്തെ നമ്മൾ പൂർണ്ണമായി മനസ്സിലാക്കിയാൽ അതിനെ നമുക്ക് നമ്മുടെ ഗുണത്തിനായി ഉപയോഗിക്കാം. ഭയം നമ്മളെ ജാഗരൂകരാക്കും, ചിന്തിക്കാൻ പ്രേരിപ്പിക്കും, കൂടുതൽ തയ്യാറെടുപ്പുകൾ നടത്താൻ സഹായിക്കും. ശരിയായ അളവിലുള്ള ഭയം നമുക്ക് മികച്ച പ്രകടനം നൽകാൻ സഹായിക്കും. എന്നാൽ ഈ ഭയം അതിരുകടന്നാൽ അത് നമ്മളെ തളർത്തിക്കളയും, തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് നമ്മളെ വിലക്കും, നമ്മുടെ ജീവിതത്തെ ഒരു ചെറിയ അതിരുകൾക്കുള്ളിൽ ഒതുക്കും. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭയത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിന് പകരം അതിനെ നിയന്ത്രിക്കാൻ പഠിക്കുക എന്നതാണ്. ഭയത്തെ എങ്ങനെ ഇല്ലാതാക്കാം എന്ന് ചിന്തിക്കുന്നതിന് പകരം ഈ ഭയത്തോടൊപ്പം എങ്ങനെ മുന്നോട്ടു പോകാം എന്ന് നമ്മൾ ചിന്തിക്കണം. ലോകത്തിലെ ഏറ്റവും വലിയ നേതാക്കളും അത്ലറ്റുകളും കലാകാരന്മാരും ഭയത്തെ വെറുക്കുന്നില്ല, പകരം അതിനെ ഒരു സുഹൃത്താക്കി മാറ്റുന്നു. അതുകൊണ്ട് അടുത്ത തവണ റിസ്ക്കുള്ള ഒരു തീരുമാനമെടുക്കുമ്പോൾ ഭയം തോന്നുമ്പോൾ അതൊരു ദൗർബല്യമായി കാണരുത്. നിങ്ങൾ നിങ്ങളുടെ അതിരുകൾ ഭേദിക്കുന്നു എന്നതിന്റെ സിഗ്നലാണത്. ഭയം തോന്നുന്നത് തെറ്റല്ല, പക്ഷേ ഭയം കാരണം അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. ഭയമില്ലായ്മ എന്നത് ഒരു മിഥ്യയാണ്, എന്നാൽ ഭയത്തെ നിയന്ത്രിക്കുന്നത് ഒരു കലയാണ്. ഇതാണ് ഈ അധ്യായത്തിലെ ഏറ്റവും വലിയ പാഠം. ഈ കല നിങ്ങൾ പഠിച്ചെടുത്താൽ
നിങ്ങളുടെ സ്വപ്ന ജീവിതത്തിലെത്തുന്നതിൽ നിന്ന് ഒരു ഭയത്തിനും നിങ്ങളെ തടയാനാവില്ല. അധ്യായം 3. റിസ്ക് ഗോവണി. ഒരേ സാഹചര്യത്തിൽ ചിലർ ധൈര്യത്തോടെ മുന്നോട്ടു പോകുമ്പോൾ മറ്റു ചിലർ എന്തുകൊണ്ടാണ് പിന്നോട്ടു മാറുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? 2 സുഹൃത്തുക്കൾ ഒരു ഉയർന്ന പാറയുടെ മുകളിൽ നിൽക്കുന്നു എന്ന് കരുതുക. അവരിൽ ഒരാൾ താഴേക്ക് ചാടാൻ തയ്യാറാകുമ്പോൾ മറ്റൊരാൾക്ക് അസ്വസ്ഥത തോന്നുകയും പിന്നോട്ടു മാറുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരേപോലെ 2 ബിസിനസ്സുകാർക്ക് ഒരു വലിയ പ്രൊജക്റ്റ് ലഭിക്കുന്നു. ഒരാൾ ആവേശത്തോടെ അത് ഏറ്റെടുക്കുമ്പോൾ മറ്റൊരാൾ പരാജയപ്പെടുമെന്നോർത്ത് വിഷമിക്കുന്നു. എന്തുകൊണ്ടാണിത്? ഓരോ മനുഷ്യന്റെയും റിസ്ക് എടുക്കാനുള്ള നില വ്യത്യസ്തമാണ്. ഇതൊരു മാറ്റമില്ലാത്ത കാര്യമല്ല, മറിച്ച് ഒരു ഗോവണി പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. നമ്മൾ ഒരു റിസ്ക് എടുത്ത് അതിൽ വിജയിക്കുമ്പോൾ അടുത്ത വലിയ റിസ്ക് എടുക്കാൻ നമ്മുടെ തലച്ചോർ തയ്യാറാവുന്നു. എന്നാൽ നിരന്തരം റിസ്കുകളിൽ നിന്ന് ഒളിച്ചോടുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം കുറയുകയും ചെറിയ തീരുമാനങ്ങളിൽ പോലും ഭയം തോന്നുകയും ചെയ്യും. സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്ന ഒരു കുട്ടിയെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ആദ്യം അവൻ വേച്ചുപോകും, വീഴും. എന്നാൽ പതുക്കെ ബാലൻസ് ചെയ്യാൻ പഠിക്കും. വീഴാതെ കുറച്ചു ദൂരം സൈക്കിൾ ഓടിച്ചു കഴിയുമ്പോൾ അവന്റെ ആത്മവിശ്വാസം കൂടും. പിന്നീട് അവൻ വേഗത്തിൽ ഓടിക്കാൻ തുടങ്ങും. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ യാതൊരു പേടിയുമില്ലാതെ വഴി മുഴുവൻ അവൻ സൈക്കിൾ ഓടിക്കും. ഇതാണ് റിസ്ക് ഗോവണി. ചെറിയ ചെറിയ റിസ്കുകൾ എടുത്ത് നമ്മൾ വലിയ റിസ്കുകൾക്കായി തയ്യാറെടുക്കുന്നു. എന്നാൽ വീഴുമെന്ന പേടിയിൽ ആ കുട്ടി ആദ്യം തന്നെ സൈക്കിൾ ഓടിക്കുന്നത് നിർത്തിയാൽ അവനൊരിക്കലും അത് പഠിക്കാൻ കഴിയില്ല. ഇത് യഥാർത്ഥ ജീവിതത്തിൽ പ്രയോഗിച്ചു നോക്കൂ. നിങ്ങൾക്ക് ആളുകൾക്ക് മുന്നിൽ സംസാരിക്കാൻ ഭയമാണെന്ന് കരുതുക. ഒറ്റ ദിവസം കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് മുന്നിൽ സംസാരിക്കാൻ ശ്രമിച്ചാൽ അത് അസാധ്യമായി തോന്നും. എന്നാൽ ചെറിയ ചുവടുകൾ വയ്ക്കുക. ആദ്യം സുഹൃത്തുക്കളുടെ മുന്നിൽ, പിന്നൊരു ചെറിയ ഗ്രൂപ്പിൽ, പിന്നീടൊരു മീറ്റിംഗിൽ. അങ്ങനെ പതുക്കെ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും നിങ്ങളുടെ ഭയത്തെ മറികടക്കുകയും ചെയ്യും. ലോകത്തിലെ ഏറ്റവും വലിയ റിസ്ക് ടേക്കർമാരും ഇതേ ഗോവണി കയറിയാണ് ഉയരങ്ങളിലെത്തിയത്. ആരും ഒറ്റ ദിവസം കൊണ്ട് വലിയ റിസ്ക് എടുക്കുന്നവരാകുന്നില്ല. ഓരോ വലിയ തീരുമാനവും, ഓരോ വലിയ സാഹസികതയും, ഓരോ വലിയ വിജയവും ചെറിയ റിസ്കുകളിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇതുകൊണ്ടാണ് ചില ആളുകൾ വലിയ റിസ്ക്കുള്ള സാഹചര്യങ്ങളെ വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യുന്നത്. കാരണം അവർ തങ്ങളുടെ റിസ്ക് എടുക്കാനുള്ള കഴിവ് പതുക്കെ വികസിപ്പിച്ചെടുത്തതാണ്. ജീവിതത്തിൽ റിസ്ക് എടുക്കാൻ ഭയമുണ്ടെങ്കിൽ ഒറ്റയടിക്ക് വലിയൊരു റിസ്ക് എടുക്കേണ്ടതില്ല എന്നതാണ് ഈ അധ്യായത്തിലെ വലിയ പാഠം. നിങ്ങളുടെ റിസ്ക് ഗോവണിയിൽ ഓരോ പടിയായി കയറുക. ചെറിയ വെല്ലുവിളികൾ ഏറ്റെടുക്കുക. കംഫർട്ട് സോണിൽ നിന്ന് പുറത്തുവരിക. പതുക്കെ ഭയത്തെ പിന്നിലാക്കുക. കാരണം എപ്പോഴും സേഫ് സോണിൽ നിന്നാൽ നിങ്ങളുടെ ജീവിതം ഒരിക്കലും മാറില്ല. എന്നാൽ നിങ്ങളുടെ റിസ്ക് എടുക്കാനുള്ള കഴിവ് പതുക്കെ വളർത്തിയെടുത്താൽ ഇന്ന് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നേടാനാകും. റിസ്ക് എന്നത് ഒരു ഗോവണി പോലെയാണ്. ചെറിയ ചുവടുകൾ നിങ്ങളെ ഉയരങ്ങളിലെത്തിക്കും. ഈ ഗോവണിയിൽ ആദ്യത്തെ ചുവട് വയ്ക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നതാണ് ചോദ്യം. അധ്യായം 4. റിസ്ക് എടുക്കാൻ പരിശീലിക്കുക. റിസ്ക് എടുക്കുന്നത് ജനിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു കഴിവാണോ, അതോ പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒന്നാണോ? ഏതൊരു വലിയ ബിസിനസ്സുകാരനെയോ അത്ലറ്റിനെയോ കാണുമ്പോഴും അവർക്ക് യാതൊരു ഭയവുമില്ലാതെ വലിയ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന എന്തോ ഒരു ശക്തി ജനിക്കുമ്പോഴേ ഉണ്ടെന്ന് നമുക്ക് തോന്നും. എന്നാൽ സത്യം അതല്ല. റിസ്ക് എടുക്കുക എന്നത് ഒരു മാജിക്കല്ല, അതൊരു സ്കില്ലാണ്. ശരിയായ പരിശീലനത്തിലൂടെ നിങ്ങൾക്കത് പഠിച്ചെടുക്കാം. നമ്മൾ റിസ്ക് എടുക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ അത് കേവലം ഭാഗ്യത്തെയോ സ്വാഭാവികമായ ധൈര്യത്തെയോ ആശ്രയിച്ചിരിക്കുന്നില്ല, മറിച്ച് ആ സാഹചര്യത്തിനായി നമ്മളെ എത്രത്തോളം തയ്യാറാക്കി എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. അതായത് റിസ്ക് എടുക്കുക എന്നതൊരു നാണയം ടോസ് ചെയ്യുന്നത് പോലെയല്ല, അതൊരു കണക്കുകൂട്ടിയുള്ള പ്രക്രിയയാണ്. നിങ്ങളുടെ തലച്ചോറിനെയും ശരീരത്തെയും പരിശീലിപ്പിച്ച് നിങ്ങൾക്കിത് മെച്ചപ്പെടുത്താം. തീപിടിച്ച ഒരു വീട്ടിലേക്ക് കയറിപ്പോകുന്ന ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ യാതൊരു ചിന്തയുമില്ലാതെ എടുത്തു ചാടുകയാണോ? അല്ല. തീ എങ്ങനെ പടരുമെന്നും എവിടെ പോകണമെന്നും അപകടം എങ്ങനെ കുറയ്ക്കാമെന്നും അദ്ദേഹത്തിന് കൃത്യമായി അറിയാം. അതിനായി അദ്ദേഹം പരിശീലനം നേടിയിട്ടുണ്ട്, അത് ആവർത്തിച്ച് ചെയ്തിട്ടുണ്ട്. കൃത്യസമയത്ത് ശരിയായ തീരുമാനമെടുക്കാൻ അദ്ദേഹത്തിന്റെ തലച്ചോർ തയ്യാറാണ്. ഇതാണ് റിസ്ക് എടുക്കാൻ പരിശീലിക്കുന്നത്. വലിയ വെല്ലുവിളികൾ വരുമ്പോൾ യാതൊരു പരിഭ്രാന്തിയുമില്ലാതെ കൃത്യമായ തീരുമാനമെടുക്കാൻ നിങ്ങളുടെ തലച്ചോറിനെയും ശരീരത്തെയും സജ്ജമാക്കുക. പുതിയ ബിസിനസ്സിൽ പണം നിക്ഷേപിക്കുമ്പോൾ നിങ്ങൾ റിസർച്ച് ചെയ്യാതെ കോടികൾ നിക്ഷേപിക്കുമോ? തീർച്ചയായും ഇല്ല. നിങ്ങൾ മാർക്കറ്റ് പഠിക്കും, ഡാറ്റ വിശകലനം ചെയ്യും, വിദഗ്ധരോട് സംസാരിക്കും, അതിനുശേഷം കണക്കുകൂട്ടിയുള്ള ഒരു റിസ്ക് എടുക്കും. ഇതാണ് റിസ്ക് എടുക്കുന്നതിന്റെ യഥാർത്ഥ ഫോർമുല. ശരിയായ തയ്യാറെടുപ്പ്, ശരിയായ അറിവ്, ശരിയായ നിർവഹണം. റിസ്ക് എടുക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അനുഭവങ്ങൾ നേരിടുക എന്നതാണ്. നിങ്ങൾ ഭയപ്പെടുന്ന കാര്യമാണെങ്കിൽ ആ സാഹചര്യത്തിൽ വീണ്ടും വീണ്ടും നിങ്ങളെ തന്നെ കൊണ്ടെത്തിക്കുക. അപ്പോൾ നിങ്ങളുടെ തലച്ചോർ ആ സാഹചര്യത്തെ സാധാരണമായി കാണാൻ തുടങ്ങും. വെള്ളത്തിനടിയിൽ ശ്വാസം പിടിക്കാൻ പരിശീലിക്കുമ്പോൾ ഒരു നാവികസേനാ ഉദ്യോഗസ്ഥൻ ആദ്യം പരിഭ്രാന്തനാകും. എന്നാൽ വീണ്ടും വീണ്ടും പരിശീലിക്കുമ്പോൾ തലച്ചോർ അതിനെ സാധാരണമായി കാണുകയും ഭയമില്ലാതെ ദൗത്യം പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്യും. റിസ്ക് എടുക്കുന്നത് മെച്ചപ്പെടുത്താൻ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം സാങ്കൽപ്പിക പരിശീലനമാണ്. വലിയ റിസ്ക് എടുക്കുന്നതിന് മുൻപ് അതിന്റെ പ്രാക്ടീസ് ചെയ്യുക.
ആയിരക്കണക്കിന് അടി ഉയരത്തിൽ വിമാനം പറത്തുന്നതിനു മുൻപ് പൈലറ്റുമാർ ഫ്ലൈറ്റ് സിമുലേറ്ററുകളിൽ പ്രാക്ടീസ് ചെയ്യുന്നു. ഡോക്ടർമാർ സർജറി ചെയ്യുന്നതിനു മുൻപ് വെർച്വൽ റിയാലിറ്റി ട്രെയിനിംഗ് നേടുന്നു. അത്ലറ്റുകൾ തങ്ങളുടെ പ്രകടനം വീണ്ടും വീണ്ടും ടെസ്റ്റ് ചെയ്യുന്നു. നിങ്ങളുടെ തലച്ചോർ ഒരു സാഹചര്യം പലതവണ അനുഭവിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ റിസ്ക് എടുക്കാനുള്ള ഭയം വളരെ കുറയുന്നു. ഏതൊരാൾക്കും ഒരു സ്മാർട്ട് റിസ്ക് ടേക്കറാകാൻ കഴിയുമോ? കാറ്റ് സുഗൽ പറയുന്നു, അതെ, തീർച്ചയായും. ശരിയായ പരിശീലനവും അനുഭവങ്ങളും നിങ്ങൾക്ക് നൽകുകയാണെങ്കിൽ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തുവന്ന് മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് കഴിയും. വലിയ റിസ്ക് എടുക്കുന്നവർ ആദ്യം ചെറിയ ചുവടുകളെടുത്ത് തങ്ങളെ തന്നെ തയ്യാറാക്കുന്നു. ഇതാണ് ഏറ്റവും വലിയ രഹസ്യം. ഈ അധ്യായത്തിലെ വലിയ പാഠമിതാണ്: റിസ്ക് എടുക്കുന്നത് മാന്ത്രിക ശക്തിയല്ല, മറിച്ച് പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒന്നാണ്. ശരിയായ പരിശീലനം നേടുകയും ശരിയായ മൈൻഡ്സെറ്റ് വളർത്തുകയും പതുക്കെ അനുഭവങ്ങൾ നേടുകയും ചെയ്താൽ ബുദ്ധിപരമായി വലിയ റിസ്കുകൾ എടുക്കുകയും ജീവിതത്തിൽ വലിയ വിജയം നേടുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങൾക്കും ചേരാം. അപ്പോൾ ചോദ്യമിതാണ്: അടുത്ത റിസ്കിനായി നിങ്ങളെത്തന്നെ പരിശീലിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണോ? അധ്യായം 5: ഉള്ളുവിളിയുടെ ശക്തി. വലിയൊരു തീരുമാനമെടുക്കുന്നതിന് മുൻപ് ഇതാണ് ശരി, ഇത് ചെയ്യൂ എന്ന് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് ഇവിടെ എന്തോ കുഴപ്പമുണ്ട്, ഇതിൽ നിന്ന് മാറി നിൽക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഉള്ളിൽ നിന്ന് വരുന്ന ഈ ശബ്ദത്തെയാണ് നമ്മൾ ഇൻഡ്യൂഷൻ അഥവാ ഉള്ളുവിളി എന്ന് വിളിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ റിസ്ക് ടേക്കർമാർ തങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കാൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഈ ഇൻഡ്യൂഷനെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇൻഡ്യൂഷൻ ഒരു മാന്ത്രിക വിദ്യയോ രഹസ്യമോ അല്ല, മറിച്ച് നമ്മുടെ തലച്ചോറിന്റെ വളരെ ശക്തമായൊരു തീരുമാനമെടുക്കൽ ഉപകരണമാണിത്. നമ്മൾ പലപ്പോഴും ഇതിനെ അവഗണിക്കാറാണ് പതിവ്. നമ്മുടെ ബോധമനസ്സിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യങ്ങൾ അനുഭവിക്കാൻ ഇൻഡ്യൂഷൻ നമുക്ക് ശക്തി നൽകുന്നു. പരിചയസമ്പന്നനായ ഒരു ഡോക്ടർ ടെസ്റ്റുകളില്ലാതെ തന്നെ രോഗിയുടെ അസുഖം ഊഹിക്കുമ്പോൾ, ഒരു നിക്ഷേപകൻ കൂടുതൽ ഡാറ്റ നോക്കാതെ ഒരു വലിയ കമ്പനിയിൽ നിക്ഷേപിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സൈനികൻ അറിയാത്തൊരു അപകടം നേരത്തെ മനസ്സിലാക്കുമ്പോൾ, ഇതെല്ലാം ഇൻഡ്യൂഷന്റെ ശക്തിയാണ്. ഈ ഇൻഡ്യൂഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നമ്മൾ ഏതൊരു പുതിയ അനുഭവത്തിലൂടെ കടന്നുപോകുമ്പോഴും നമ്മുടെ തലച്ചോർ ആ അനുഭവത്തെ തന്നിൽ സൂക്ഷിക്കുന്നു. ഈ വിവരങ്ങളും പാറ്റേണുകളും നമ്മുടെ അബോധമനസ്സിൽ ശേഖരിക്കപ്പെടുന്നു. നമ്മൾ ഏതെങ്കിലും റിസ്ക്കുള്ള സാഹചര്യത്തിലാകുമ്പോൾ നമ്മുടെ തലച്ചോർ ഈ മുൻകാല അനുഭവങ്ങളെ അതിവേഗം സ്കാൻ ചെയ്യുകയും യാതൊരു യുക്തിസഹമായ വിശകലനവുമില്ലാതെ നമുക്കൊരു സിഗ്നൽ നൽകുകയും ചെയ്യും: ഇത് ശരിയാണ്, അല്ലെങ്കിൽ ഇത് തെറ്റാണ്. ഇതാണ് ഇൻഡ്യൂഷൻ. ഇതൊന്ന് മനസ്സിലാക്കാം. നിങ്ങൾ പുതിയൊരു നഗരത്തിൽ പോയി നിങ്ങൾക്ക് മുന്നിൽ 2 വഴികൾ കാണുന്നു. ഒരു വഴി വൃത്തിയുള്ളതും വെളിച്ചമുള്ളതുമാണ്, മറ്റേ വഴി ഇരുണ്ടതും വിജനവുമാണ്. കൂടുതലൊന്നും ചിന്തിക്കാതെ നിങ്ങളുടെ മനസ്സ് പറയും ആദ്യത്തെ വഴിയാണ് സുരക്ഷിതമെന്ന്. കാരണം നിങ്ങളുടെ മുൻകാല അനുഭവങ്ങളും കുട്ടിക്കാലത്ത് കേട്ട കഥകളും വെച്ച് ഇരുണ്ടതും വിജനവുമായ വഴികൾ അപകടകരമാണെന്ന് നിങ്ങളുടെ തലച്ചോർ ഒരു പാറ്റേൺ ഉണ്ടാക്കിയിട്ടുണ്ട്. റിസ്ക് എടുക്കുന്ന കാര്യത്തിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. ഒരു പ്രൊഫഷണൽ പോക്കർ കളിക്കാരൻ എതിരാളിയുടെ കാർഡുകൾ കാണാതെ തന്നെ അവരുടെ കയ്യിൽ നല്ല കാർഡുണ്ടോ എന്ന് ഊഹിക്കുന്നത്, ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡർ കമ്പനിയുടെ ഓഹരി ഉയരുമോ താഴുമോ എന്ന് കൃത്യമായി പ്രവചിക്കുന്നത്, ഇതൊക്കെ വർഷങ്ങളുടെ അനുഭവത്തിൽ നിന്നുണ്ടാകുന്ന ഇൻഡ്യൂഷൻ കാരണമാണ്. അതായത് ഒരു കാര്യത്തിൽ നിങ്ങൾ എത്രത്തോളം അനുഭവങ്ങൾ നേടുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ഇൻഡ്യൂഷൻ ശക്തമാകും. എന്നാൽ രസകരമായ കാര്യം, ഇൻഡ്യൂഷൻ എപ്പോഴും ശരിയാകണമെന്നില്ല. മുൻകാല അനുഭവങ്ങൾ കാരണം ചിലപ്പോൾ നമ്മുടെ തലച്ചോറ് തെറ്റായ പാറ്റേണുകൾ ഉണ്ടാക്കുകയും നമ്മൾ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തേക്കാം. അതുകൊണ്ട് ഇൻഡ്യൂഷൻ മൂർച്ച കൂട്ടാൻ 2 കാര്യങ്ങൾ ആവശ്യമാണെന്ന് കാറ്റ് സുഗൽ പറയുന്നു. 1. കൂടുതൽ അനുഭവങ്ങൾ നേടുക. 2. നിങ്ങളുടെ ഇൻഡ്യൂഷനെ ഡാറ്റയും യുക്തിയും ഉപയോഗിച്ച് പരിശോധിക്കുക. അതായത് അന്ധമായി ഇൻഡ്യൂഷനെ മാത്രം വിശ്വസിക്കരുത്, മറിച്ച് അതിനെ യുക്തിസഹമായ ചിന്തയുമായി ബാലൻസ് ചെയ്യണം. റിസ്ക് എടുക്കുമ്പോൾ ഇൻഡ്യൂഷന്റെ ഏറ്റവും വലിയ ഗുണം അതിവേഗം തീരുമാനമെടുക്കാൻ അത് സഹായിക്കും എന്നതാണ്. കൂടുതൽ ചിന്തിക്കാൻ സമയമില്ലാത്തപ്പോൾ പെട്ടെന്നൊരു തീരുമാനമെടുക്കേണ്ടി വരുമ്പോൾ നമ്മുടെ ബോധമനസ്സിന് ഇത്ര വേഗത്തിൽ കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യാൻ കഴിയില്ല. എന്നാൽ നമ്മുടെ ഇൻഡ്യൂഷൻ തയ്യാറായിരിക്കും. ഇതുകൊണ്ടാണ് പരിചയസമ്പന്നരായ ആളുകൾക്ക് വേഗത്തിലും ശരിയായും തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നത്. നിങ്ങളുടെ പാസ്റ്റ് അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുകയും പുതിയ അനുഭവങ്ങൾ നേടുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇൻഡ്യൂഷൻ പവർ വർദ്ധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏത് റിസ്കി സിറ്റുവേഷനിലും വേഗത്തിൽ ശരിയായ തീരുമാനമെടുക്കാൻ സാധിക്കും. ഈ ഇൻഡ്യൂഷൻ പവർ അൺലോക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? അധ്യായം 6: റിസ്ക് എടുക്കുന്ന വ്യക്തിത്വം. ചിലർ ഏത് സാഹചര്യത്തിലും റിസ്ക് എടുക്കാൻ എപ്പോഴും തയ്യാറായിരിക്കുമ്പോൾ മറ്റു ചിലർ ചെറിയ കാര്യങ്ങളിൽ നിന്ന് പോലും മാറി നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചിലർ ഉയരങ്ങളിൽ നിന്ന് ചാടാനും അതിവേഗത്തിൽ ബൈക്ക് ഓടിക്കാനും പുതിയ ബിസിനസ്സിൽ കോടികൾ നിക്ഷേപിക്കാനും ഭയപ്പെടുന്നില്ല. എന്നാൽ ചിലർ ചെറിയ കാര്യങ്ങളിൽ പോലും 1000 തവണ ചിന്തിക്കുന്നു. റിസ്ക് എടുക്കുക എന്നത് ഒരു ശീലമാണോ, പഠിച്ചെടുക്കാവുന്ന ഒന്നാണോ, അതോ ഇത് വ്യക്തിത്വത്തിന്റെ ഭാഗമാണോ? റിസ്ക് എടുക്കുക എന്നത് ഒരേപോലെയുള്ള ഒരു സ്വഭാവമല്ല, മറിച്ച് നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ്. ഓരോ മനുഷ്യർക്കും റിസ്ക് എടുക്കാനുള്ള കഴിവ് വ്യത്യസ്തമാണ്. നമ്മുടെ തലച്ചോർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇത്. റിസ്ക് എടുക്കുക എന്നത് ഒരു ചോയ്സ് മാത്രമല്ല, അത് നമ്മുടെ ബയോളജി, സൈക്കോളജി, മുൻകാല അനുഭവങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചില ആളുകളുടെ തലച്ചോറിൽ
ഡോപാമിൻ സിസ്റ്റം വളരെ സജീവമായിരിക്കും, അത് അവരെ ത്രില്ലിലേക്കും ആവേശത്തിലേക്കും നയിക്കുന്നു. ഇവർ അഡ്വഞ്ചർ സ്പോർട്സ്, ചൂതാട്ടം, വലിയ ബിസിനസ് എന്നിവയിൽ കൂടുതൽ താൽപ്പര്യം കാണിക്കാൻ കാരണം ഇതാണ്. അവർ എപ്പോഴും പുതിയ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ചിലരുടെ തലച്ചോർ കൂടുതൽ കരുതലോടെയാണ് പ്രവർത്തിക്കുന്നത്. ഓരോ റിസ്ക്കും വിശകലനം ചെയ്യാനും സുരക്ഷിതമായിരിക്കാനും അത് പറയുന്നു. റിസ്ക് എടുക്കുന്ന വ്യക്തിത്വത്തെ 3 തിരിക്കാം. സ്വാഭാവികമായി വലിയ റിസ്ക് എടുക്കുന്നവർ, മിതമായ റിസ്ക് എടുക്കുന്നവർ, വളരെ കുറഞ്ഞ റിസ്ക് എടുക്കുന്നവർ. വലിയ റിസ്ക് എടുക്കുന്നവർ പുതിയ വെല്ലുവിളികളെ ആവേശത്തോടെ കാണുന്നവരും അനിശ്ചിതത്വങ്ങളെ സ്വീകരിക്കാൻ അറിയുന്നവരുമാണ്. മിതമായ റിസ്ക് എടുക്കുന്നവർ കണക്കുകൂട്ടിയുള്ള റിസ്ക് എടുക്കുന്നു, അതായത് ചിന്തിച്ച് തീരുമാനമെടുക്കുമെങ്കിലും ആവശ്യമെങ്കിൽ വലിയ ചുവടുകൾ വയ്ക്കാൻ മടിക്കാത്തവരാണ്. കുറഞ്ഞ റിസ്ക് എടുക്കുന്നവർ സ്ഥിരത ആഗ്രഹിക്കുന്നവരും സുരക്ഷിതരായിരിക്കാൻ ആഗ്രഹിക്കുന്നവരും അനിശ്ചിതത്വങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്നവരുമാണ്. ഈ വ്യക്തിത്വം മാറ്റാൻ കഴിയുമോ? അതെ, സാധിക്കും. റിസ്ക് എടുക്കുന്നത് ഒരു മാറ്റമില്ലാത്ത കാര്യമല്ല, മറിച്ച് നമ്മുടെ ശീലങ്ങൾ, ചുറ്റുപാടുകൾ, അനുഭവങ്ങൾ എന്നിവയാൽ സ്വാധീനിക്കപ്പെടുന്ന ഒന്നാണ്. കുറഞ്ഞ റിസ്ക് എടുക്കുന്ന ഒരാൾക്ക് പതുക്കെ തന്റെ റിസ്ക് എടുക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. നമ്മളെത്തന്നെ ചെറിയ റിസ്കുകളിലേക്ക് കൊണ്ടുപോവുകയും അത് വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്യുമ്പോൾ തലച്ചോർ അതിനെ സാധാരണമായി കാണാൻ തുടങ്ങും. അതുപോലെ വലിയ റിസ്ക് എടുക്കുന്നവർ എപ്പോൾ എത്ര റിസ്ക് എടുക്കണം എന്ന് പഠിക്കേണ്ടതുണ്ട്, അനാവശ്യമായ നഷ്ടങ്ങൾ ഒഴിവാക്കാൻ. ഇതിലൂടെ നിങ്ങളുടെ ശക്തികളും ദൗർബല്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാം. സ്വാഭാവികമായി റിസ്ക് എടുക്കാൻ ഭയപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തുവന്ന് വെല്ലുവിളികൾ ഏറ്റെടുക്കാം. വളരെ വലിയ റിസ്ക് എടുക്കുന്ന ആളാണെങ്കിൽ നിങ്ങളെത്തന്നെ നിയന്ത്രിച്ച് കൂടുതൽ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. വ്യക്തിത്വം മാറ്റാൻ കഴിയില്ല എന്നത് തെറ്റാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റാനും കംഫർട്ട് സോൺ വലുതാക്കാനും തീരുമാനങ്ങളെ ബാലൻസ് ചെയ്യാനും സാധിക്കും. സ്വന്തം പ്രകൃതം മനസ്സിലാക്കി മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കാണ് യഥാർത്ഥ വിജയം ലഭിക്കുന്നത്. റിസ്ക് എടുക്കാനുള്ള കഴിവ് മനസ്സിലാക്കാനും മികച്ചതാക്കാനും നിങ്ങൾ തയ്യാറാണോ? ഉപസംഹാരം: റിസ്ക് ചിലർക്ക് അത് ആവേശം കൊണ്ടുവരുമ്പോൾ മറ്റു ചിലർക്ക് ഭയമാണ്. എന്നാൽ റിസ്ക് എടുക്കുക എന്നത് വെറുമൊരു പ്രവർത്തനമല്ല, മറിച്ച് പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരു നൈപുണ്യമാണ്. അത് നമ്മുടെ തലച്ചോറിന്റെ ഘടനയുമായും അനുഭവങ്ങളുമായും വ്യക്തിത്വവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. തലച്ചോർ റിസ്കിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്നും ഭയത്തെ എങ്ങനെ നിയന്ത്രിക്കാമെന്നും ചെറിയ കണക്കുകൂട്ടിയുള്ള റിസ്കുകൾ എങ്ങനെ വലിയ വിജയത്തിലേക്ക് നയിക്കുമെന്നും ഈ പുസ്തകത്തിൽ നാം മനസ്സിലാക്കി. ശരിയായ മൈൻഡ് സെറ്റും പരിശീലനവുമുണ്ടെങ്കിൽ ഏതൊരാൾക്കും മികച്ച രീതിയിൽ റിസ്ക് എടുക്കുന്ന ഒരാളാകാൻ കഴിയുമെന്ന് ദി ആർട്ട് ഓഫ് റിസ്ക് നമ്മെ പഠിപ്പിക്കുന്നു. ലോകത്തിലെ വലിയ സംരംഭകരും അത്ലറ്റുകളും ഒരിക്കലും ഭയമില്ലാത്തവരായിരുന്നില്ല. അവർ തങ്ങളുടെ ഭയത്തെ മനസ്സിലാക്കി റിസ്ക് എടുക്കാനുള്ള കഴിവ് വികസിപ്പിച്ചെടുത്തു. കംഫർട്ട് സോണിൽ നിന്ന് പുറത്തുവന്ന് വലിയ തീരുമാനങ്ങൾ എടുത്തു. അവർ ഭയത്തെ മറികടക്കുക മാത്രമല്ല, റിസ്കിനെ ഒരു അവസരമായി കാണുകയും ചെയ്തു. റിസ്ക് എടുക്കുക എന്നത് ഒരു കോയിൻ ടോസ് അല്ല, അതൊരു കലയാണ്. അത് കൂടുതൽ മനസ്സിലാക്കുകയും പരിശീലിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ കൂടുതൽ ധീരവും അർത്ഥവത്തായതുമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. കരിയറിൽ വളരാനോ പുതിയ ബിസിനസ് തുടങ്ങാനോ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലയിൽ വലിയൊരു ചുവടുവെപ്പ് നടത്താനോ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ റിസ്കിൽ നിന്ന് ഓടിയകലുന്നതിനു പകരം അതിനെ മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും വേണം. ഈ പുസ്തകം നിങ്ങൾക്ക് ഇഷ്ടമാവുകയും പുതിയ എന്തെങ്കിലും പഠിക്കാൻ കഴിയുകയും ചെയ്തെങ്കിൽ അത് ജീവിതത്തിൽ പ്രയോഗിക്കാൻ ശ്രമിക്കുക. റിസ്ക് എടുക്കുക എന്നത് സാധാരണ ജീവിതത്തിൽ നിന്ന് അസാധാരണമായ വിജയത്തിലേക്കുള്ള ഒരു പാലമാണ്. അതിനാൽ അടുത്ത തവണ ഒരു വലിയ തീരുമാനം മുന്നിൽ വരുമ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, ഇത് റിസ്ക് എടുക്കാൻ അർഹതയുള്ള ഒന്നാണോ? ആണെങ്കിൽ ഞാൻ എങ്ങനെ ബുദ്ധിപരമായി ഈ റിസ്ക് എടുക്കും? ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബുക്ക്പീഡിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അതുവഴി നിങ്ങൾക്ക് ഇതുപോലുള്ള കൂടുതൽ പവർഫുൾ ബുക്ക് സമ്മറികൾ ലഭിക്കും. ഈ പുസ്തകം നിങ്ങൾക്ക് എങ്ങനെ അനുഭവപ്പെട്ടുവെന്നും അടുത്തതായി ഏത് പുസ്തകത്തിന്റെ സമ്മറിയാണ് കാണാൻ ആഗ്രഹിക്കുന്നതെന്നും കമന്റുകളിൽ അറിയിക്കുക. പുതിയൊരു പുസ്തകവും പുതിയൊരു പാഠവും പുതിയൊരു മൈൻഡ് സെറ്റുമായി അടുത്ത വീഡിയോയിൽ കാണാം. പഠിച്ചുകൊണ്ടേയിരിക്കുക, വളർന്നുകൊണ്ടേയിരിക്കുക.